വായനാ പക്ഷാചരണ സമാപന ദിനത്തിൽ പത്രപ്രവർത്തകനായിരുന്ന IV ദാസിനെ അനുസ്മരിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായന പക്ഷാചരണ സമാപന ദിനത്തിൽ തിരുത്തിയാട് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംസ്ഥാന കൗൺസിൽ പ്രഥമ സെക്രട്ടറിയും പത്രപ്രവർത്തകനുമായിരുന്ന IV ദാസിനെ അനുസ്മരിക്കുകയും വായനശാല നടത്തിയ ചങ്ങാതിക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗര പദവി കോഴിക്കോടിൽ ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് അത്രയും രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അത് ലഭ്യമാകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നഗരത്തിൽ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മുടെ വായനശാലകളും നമ്മുടെ എഴുത്തുകാരും വായിക്കുന്നവരുമെല്ലാം കൂടിച്ചേർന്നാണ് ഒരു സാഹിത്യ നഗരിക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയതെന്ന് മറന്നുപോകും. അപ്പോൾ കോഴിക്കോട്ടുകാർ ഇത്രയധികം വായിക്കുന്നവരാണോ? കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് സാഹിത്യത്തെ മുറുകെ പിടിച്ചത്? ഏതെങ്കിലും നഗരത്തിൽ പോയാൽ നമ്മൾ സാഹിത്യകാരന്റെ പ്രതിമ എവിടെയും കാണാറുണ്ട്. വായനശാല പ്രസിഡന്റ് T. പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K. P. സുരേന്ദ്രനാഥൻ അനുസ്മരണ പ്രസംഗം നടത്തി. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ദയാനന്ദൻ, ശ്രീധരൻ കുറുങ്ങോട്, CM. ഗോപാലകൃഷ്ണൻ, ബാലവേദി പ്രസിഡന്റ് ദേവ് തേജസ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P. ശിവാനന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി N. K. രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. IIT മദ്രാസ് വിദ്യാർത്ഥി കൂട്ടായ്മ ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് സംഘടിപ്പിക്കുന്നു. ജനുവരി 18-നാണ് പരീക്ഷ. ഡിസംബർ 15 വരെ അപേക്ഷിക്കാം. ഓൺലൈൻ